ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കരുപ്പട്ടി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാം. അതിന് 1 ഗ്ലാസ് പുട്ടുപൊടി, 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് 2 നുള്ളു ഉപ്പും ചേർത്ത് കുഴയ്ക്കണം. 1 കപ്പ് തേങ്ങ വേണം. ശകലം കരുപ്പട്ടി കൂടെ നമുക്ക് എടുക്കണം. ഇനി നമുക്ക് ഈ പുട്ട് പൊടിയും തേങ്ങയും കരുപ്പട്ടിയും ഓരോ ലെയറായിട്ട് നമുക്ക് നിറയ്ക്കാം. ആദ്യം തേങ്ങ, പിന്നെ പുട്ടുപൊടി, തേങ്ങ, കരുപ്പട്ടി, അങ്ങനെയാണ് നമുക്ക് ഈ പുട്ടുകുറ്റിയിൽ നമുക്ക് നിറയ്ക്കേണ്ടത്. ഇനി നമുക്ക് പുട്ടിച്ചെമ്പ് അടുപ്പിൽ വെച്ച് വെള്ളം ചൂടായതിന് ശേഷം പുട്ടുകുറ്റി നമുക്ക് ചെമ്പിൽ വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും സ്റ്റീം വരും കേട്ടോ. ഉടൻ തന്നെ എടുക്കരുത്. ഫ്ലെയിം അങ്ങോട്ട് സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഇതുപോലെ സ്റ്റീം വന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുട്ടുകുറ്റി എടുക്കാൻ. കെയർഫുള്ളായിട്ട് എടുക്കണം. ചൂടുവെള്ളമാണ് പുട്ടിച്ചെമ്പിലുള്ളത്. ഇനി നമുക്ക് ഈ പുട്ടിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് എടുക്കാം. നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം നമുക്ക് പുട്ടുകുറ്റിയിൽ നിന്ന് മാറ്റേണ്ടത്. നല്ല ടേസ്റ്റിയായ അടിപൊളി കരുപ്പട്ടി പുട്ട് റെഡിയായി. ഇത് വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം.